നമസ്കാരം സാറേ. നമസ്കാരം ഡിനീസേ. അപ്പോൾ നമ്മുടെ അടുത്തൊരു അധ്യായം നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മഴയൊക്കെ കിട്ടി, വേനൽ മഴ അത്യാവശ്യം ഇപ്പോൾ മെയ് മാസം. പക്ഷെ വേനൽ ഒക്കെ പലയിടത്തും ബാധിച്ചിട്ടുണ്ട്, തട്ട ഒടിഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കാറ്റത്തൊക്കെ. ഇപ്പം നമ്മുടെ അടുത്ത തോട്ടം തന്നെ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേനലിൻ്റെ ബുദ്ധിമുട്ടും തോട്ടം നമ്മൾ വേനൽ സമയം കഴിഞ്ഞാൽ എങ്ങനെയാണ് തോട്ടം കിടക്കുന്നത് അതുകൂട്ടൊരു തോട്ടമാണ്. നമ്മൾ അതുകൂട്ട് പറയുന്നതിന് ആൾക്കാർ കുറച്ച് ബോധ്യപ്പെടാനോട് വേണ്ടിയാണ് ഈ ഒരു തോട്ടം സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏത് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറയും ഈ കൃഷിക്കുള്ള മുന്നൊരുക്കമെന്ന് പറയും. അതിന് ഏല ഒഴിച്ച് മറ്റ് കൃഷികൾക്കെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃഷി കഴിഞ്ഞാൽ അത് അവസാനിപ്പിച്ചിട്ട് വീണ്ടും തുടങ്ങുന്ന മണ്ണൊരുക്കം എന്ന് പറയും. മണ്ണൊരുക്കമായിരിക്കും മുന്നൊരുക്കം എന്ന് പറയും. അപ്പോൾ ഏലത്തിന് വേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏലത്തിന് വേണ്ട കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാലും നമ്മളൊരു 10 കൽപ്പന പോലെ ഒരു മിനിമം ഒരു 10 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യണം. ഒന്നെന്ന് പറഞ്ഞത് നമ്മൾ മണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്തവരുണ്ടാകും, അല്ലാത്തവരുണ്ടാകും. അവർക്ക് മണ്ണിൻ്റെ ആസിഡിറ്റി കുറയ്ക്കാനായിട്ടുള്ള കുമ്മായോ ഡോളോമൈറ്റോ അല്ല അനുബന്ധ സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു മഴ കിട്ടിയതിന് ശേഷം നമുക്കിനിയിപ്പോൾ അതൊരു പോസിബിൾ ആണോ നമുക്ക് pH ടെസ്റ്റ് ചെയ്യാനുള്ളത്? നമ്മൾ pH മണ്ണ് എപ്പോഴും ഈർപ്പമുള്ള മണ്ണ് ടെസ്റ്റ് ചെയ്യാറില്ല, മണ്ണ് ഉണക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മണ്ണ് കൊടുത്താലും ടെസ്റ്റ് ചെയ്ത് കിട്ടുമ്പം അവിടെ തന്നെ ഒന്നുകിൽ നമ്മൾ തണൽ തുണക്കി കൊടുക്കുക. ഒരു പരിധി വരെയൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത്ര 100 കണക്കിന് സാമ്പിൾ വരും, അല്ല 1000 കണക്കിന് സാമ്പിൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മണ്ണെടുക്കുക, മണ്ണ് തണലിൽ ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് മണ്ണിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. മണ്ണിൽ എന്തൊക്കെ നമ്മുടെ മണ്ണിൽ എന്തൊക്കെ pH ലെവൽ അറിയാം, ന്യൂട്രിയൻസ് എന്തൊക്കെ ഉണ്ടെന്നറിയാം, ഓർഗാനിക് മാറ്റർ ഓർഗാനിക് കാർബണിൻ്റെ അളവറിയാം. പിന്നെ നമ്മളിപ്പോൾ സാധാരണ വേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്ത് കിട്ടും. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഞാൻ ആ ഒരു pHൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. പിന്നെ നമുക്കിപ്പം വേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തോട്ടമെല്ലാം നമുക്ക് കാണുമ്പോൾ അത്ര ഭംഗിയിലല്ല നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയോട് ചേർന്നുള്ള പുത അത്ര പ്രശ്നമുള്ളതല്ല എങ്കിൽ പോലും പുത ഒന്ന് നീക്കം ചെയ്യുക. ചവിട്ടി എന്നുള്ളത് നീക്കം ചെയ്യുക. മറ്റുള്ള നീക്കം ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറെ ഗുണങ്ങളും ഉണ്ട്. എന്നുവെച്ചാൽ ആ മണ്ണ് നമ്മുടെ ഇപ്പോൾ ചപ്പിയവറുകൾ പൊടിഞ്ഞ് ചേരും. കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനത്ത മഴ വരുവാണെങ്കിൽ ഈ മേൽമണ്ണിന് വലിയ കുഴപ്പങ്ങൾ സംഭവിക്കാതെയും മണ്ണൊലിപ്പ് അധികം ഉണ്ടാവാതെ ഇരിക്കാൻ പറ്റും. പിന്നെ കവാത്ത് കൃത്യമായിട്ട് ഒരു ക്ലീൻ കവാത്തെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ പലയിടത്തും ഡിനീസ് ശ്രദ്ധിച്ച് കാണും, ഈ സ്കെയിൽസ് ഉണ്ട്. നമ്മുടെ ആൾക്കാർ ഊരെന്ന് പറഞ്ഞാൽ സ്കെയിൽസ്, ആ സ്കെയിൽസിൻ്റെ വരുമ്പോൾ സ്കെയിൽസ് നമ്മൾ മരുന്നടിച്ചാൽ പോലും അത് നശിച്ചതാണ് അല്ലെ ചത്തതാണെങ്കിൽ പോലും അത് തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ ഉണങ്ങിയ പൂളയുടെ ഇടയ്ക്ക് അത് കാണും. കൂടാതെ നമ്മുടെ ത്രിപ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഈ ഫിസേറിയം പോലുള്ള സാധനങ്ങളുടെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ അതിന് അനുകൂല സാഹചര്യം ഇത് ഒരുക്കും. അപ്പോൾ അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക. ഈ സ്കെയിൽസൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ കാണുന്ന കവാത്തുകൾ നമ്മളൊരു കാര്യം ചെയ്യണം, കൃത്യമായിട്ട് ചെടി ചവിട്ടിടരുത്. അതിൻ്റെ ഒരു ദോഷമെന്ന് വെച്ചാൽ ചെടി ചവിട്ടിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അടുത്തൊരു ജനറേഷനുള്ള മുട്ടയോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ആൾക്കാരെ ശ്രദ്ധിക്കാത്ത കൂടുകെട്ടിപ്പുഴു എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ വീടുകളിൽ ചിലപ്പോൾ നമുക്കറിയാൻ പറ്റും. ഇതിനെ എടുത്ത് ഇതിൻ്റെ ശരീരത്തിൻ്റെ ആവരണമാക്കും, വീണ്ടും അത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം ഈ ക്ലീൻ കവാത്ത് എടുക്കുന്ന സമയത്ത് ഈ സ്കെയിൽസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദൂരോട്ട് ആ ചപ്പിയവർ മാറ്റിയിടുന്നതായിരിക്കും നല്ലതുള്ളത്. ഇപ്പോൾ ഈ സ്കെയിൽസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പോകാൻ നമുക്ക് ഏതൊക്കെ മരുന്നുകൾ അപ്ലൈ ചെയ്യാം? ഇപ്പോൾ സ്കെയിൽസിന് വെച്ചാൽ നമ്മുടെ അസെറ്റാമിപ്രൈഡ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മുടെ ഡൈമെത്തേറ്റ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതും നല്ലതാണ്. പിന്നെ നമ്മൾ ഇപ്പം മൂവൻ്റ് എനർജി എന്ന് പറഞ്ഞ് ആ പ്രോഡക്റ്റ് വരുന്നുണ്ട്. നമ്മുടെ മിടയല്ല, മൂവൻ്റ് എനർജി എന്ന് പറയും. അത് സ്പിരിറ്റോ ട്രമാറ്റെ ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഇപ്പം നമുക്ക് വരുന്നത് മാർക്കറ്റിലെ അബാമെക്റ്റിൻ കുറച്ച് നല്ലതായിട്ട് കാണുന്നുണ്ട് ഈ സ്കെയിൽസിനെ. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുക, ഇപ്പം നമ്മൾ ഓരോ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും സക്സസ് ആവണമെന്നില്ല. ഇതിൻ്റെ സ്റ്റേജും നോക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരത്തേലോ കിഴങ്ങേലോ വരെ സ്കെയിൽസ് ബാധിച്ച തോട്ടങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റേജ് അനുസരിച്ച് വേണം മരുന്നും അതിൻ്റെ ഡോസും റെക്കമെൻഡ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഡെനീസെ, നമുക്കിപ്പം ആൾക്കാർ കാണുന്നുണ്ട് ഉഷ്ണതരംഗം കഴിഞ്ഞിട്ട് വന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഉഷ്ണതരംഗത്തിൽ നമ്മളാരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ഉഷ്ണതരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നോർമലോ അല്ലെങ്കിൽ കൂടുന്ന ഒരു ചൂടുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ച് ഒരു 30 ഡിഗ്രി ആയിരിക്കും. അതിൽ മുകളിലോട്ട് വരുന്ന കാലാവസ്ഥ ആഴ്ചകളോളോ ദിവസങ്ങളോളോ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഉഷ്ണതരംഗം എന്ന് പറയാം. അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പൊതുവായിട്ട് വന്നേക്കുന്നൊരു കാര്യമുണ്ട്, ശരങ്ങളുമൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർ മരുന്ന് ഉപയോഗിക്കാത്തതുകൊണ്ടാണെന്നും ചില മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണെന്നും ഇതിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇതിപ്പോഴുണ്ട്. ഏകദേശം 100% തോട്ടങ്ങളിലും ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്.
അപ്പം എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു കണക്കൂട്ടിലാണ് പറയുന്നത്, നമ്മുടെ ഈ എല്ലിനോ പ്രതിഭാസമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ലാനിനെ ഉണ്ട്. അപ്പോൾ എല്ലിനോ ലാനിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ സാധാരണയിൽ കൂടുതൽ പെയ്യുന്നതിനാണ് ലാനിന എന്ന് പറയുന്നത്. മഴ നമ്മൾ പെയ്യേണ്ടതിലും കുറവ് പെയ്യുകയും ഉണ്ടാകുന്നൊരു സാഹചര്യത്തിനാണ് എല്ലിനോ പറയുന്നത്. അപ്പോൾ എല്ലിനോ പ്രതിഭാസം ഉണ്ടാകുമ്പം ഏകദേശം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മാസങ്ങളിലോ മുന്നോട്ടോ ഒക്കെ മഴ കാണും. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏകദേശം ഒരു ആഗസ്റ്റോ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബറിന് ശേഷം 2018 ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പ്രളയം കഴിഞ്ഞിട്ടുണ്ടായില്ലേ, അതുകൊണ്ട് ശക്തമായിട്ട് ഉണക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം മഴക്കുഴി, തണ്ണിക്കുഴി, റീചാർജിങ്, വാട്ടർ റീചാർജിങ് ഉണ്ടല്ലോ. അതായത് നമ്മൾക്ക് കിട്ടുന്ന സോഴ്സുകൾ എവിടെയാണോ അവിടെ എല്ലാം വെള്ളം സംഭരിക്കാനും നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ ഉറവയുണ്ടാകുന്ന രീതിയിൽ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതാ ഈ ഉഷ്ണതരംഗം വന്നിട്ടുണ്ടല്ലോ, ആ വന്ന കാര്യങ്ങളെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പലരുടെയും ശലം ചുരുണ്ടുകൂടി ഇരിക്കുമായിരിക്കും, അറ്റം കരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അടുത്ത ഒന്നെന്ന് വെച്ചാൽ വളപ്രയോഗമാണ്. ഇത് നമ്മൾ പറയുമ്പോൾ എല്ലാവരും ഇത് ചെയ്യണമെന്നല്ല പറഞ്ഞത്. വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക തോട്ടത്തിൻ്റെ ക്രമം അനുസരിച്ച്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരാൾ കണ്ടപ്പോഴത്തേക്കും കാൽസ്യം നൈട്രേറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് തീരുമാനിച്ച് വെച്ചേക്കുക. അപ്പം അങ്ങനെയൊന്നുമല്ല, ഓരോ തോട്ടത്തിനും കാലാവസ്ഥ വ്യത്യാസപ്പെടുമ്പോൾ ആപ്ലിക്കേഷനൊക്കെ വ്യത്യാസപ്പെടാം. അപ്പോൾ വേണ്ട വളം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ഈ വളപ്രയോഗത്തിന് പോകുന്നവർ ഇട്ട് കൊടുക്കാൻ പറ്റുന്നവരുണ്ട്. മഴ ഒരു 3 ഇഞ്ചിന് മേളിൽ മഴ കിട്ടിയവരുണ്ട്, 1 ഇഞ്ചിന് മേളിൽ കിട്ടിയവരുണ്ട്, വളരെ കുറച്ച് മഴ കിട്ടിയവരുണ്ട്. അപ്പോൾ അവർക്ക് പറ്റുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്, സ്പ്രേ ചെയ്താൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇട്ട് കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് കുമ്മായം ഡോളോമേറ്റൊക്കെ ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് പാലിക്കണം. പിന്നെ നമ്മൾ വേണ്ടി വരുന്ന സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജൂൺ മാസത്തോട് കൂടിയോ മഴ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് അഴുകിലും തട്ടമറിച്ചിലൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ കുമ്മായ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ചെയ്തു. പിന്നെ അത് ഫൈറ്റോപ്തോറയുടെ ഒക്കെ ഉണ്ടാവാം. മുൻപ് ഉണ്ടായിരുന്ന തട്ടമറിച്ചിൽ റൈസെക്ടോണിയോ പിത്യത്തിൻ്റെയൊക്കെ തട്ടമറിച്ചിലുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. കൃത്യമായിട്ട് മഴയുടെ ആരംഭം മുൻകൂട്ടി കണ്ടുകൊണ്ട് തുരിശിൻ്റെയോ COCയുടെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് കൊടുത്ത് അഴുകലുണ്ടാവാൻ ശ്രദ്ധിക്കുക. തുരിശ് ബോഡോമിശ്രിതം COCയോ അല്ലെ ഇപ്പം നമ്മളീ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ചിലപ്പോൾ ചില ഏരിയയിലെ കാലാവസ്ഥ വ്യത്യാസം കൊണ്ട് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഏതാണെന്ന് വെച്ചാൽ പറ്റുന്നത് സെലക്ട് ചെയ്യണം. ഇന്നത് ചെയ്യണം നമ്മൾ നിർബന്ധിച്ച് പറയുമല്ല. ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബോഡോമിശ്രിതമോ അല്ലെങ്കിൽ COC ആപ്ലിക്കേഷൻ. ഒരു ഏരിയയുടെ ഒരു വ്യത്യാസം അനുസരിച്ച് വ്യത്യാസം അനുസരിച്ച് ചൂട് കൂടുതലും ചൂട് കുറവും മണ്ണിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഒത്തിരി വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം മണ്ണ് നല്ല രീതിയിൽ ബയോ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, ബയോ. അപ്പം നമുക്ക് ഈ ബയോ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നോക്കുക, കുമ്മായത്തിൻ്റെയും ഇതില്ല ബയോയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കുമിൾനാശിനികളോ ബാക്ടീരിയമൈസിനും പോലുള്ള സാധനങ്ങൾ സ്പ്രേ ചെയ്യുകയോ ഒഴിക്കുകയോ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ബയോ ചെയ്യുന്നതിൻ്റെ ഒരു ഗ്യാപ്പ് ഇടണം. ഇനി അതിന് പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെടിക്കകത്തോട്ടോ ഈ തൂറിനകത്ത് ആ ചെടിക്കകത്തോട്ടോ അതിൻ്റെ വേര് വരുന്ന ഭാഗത്തോട്ടോ ചെയ്യണം നിർബന്ധമുള്ളവർ ചെയ്യാതെ കുറച്ച് ലേശം മാറ്റി ഒരു 3-4 അടി മാറ്റിയിട്ട് ചെടിയുടെ 4 ഭാഗത്തും ചെയ്തു കഴിഞ്ഞാൽ ഇത് ജീവനുള്ള സാധനങ്ങളാണ്, വളരുന്ന സാധനങ്ങളാണ്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെടിയോട്ട് വരും. ഇല്ലെങ്കിൽ ഈ പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ, ആ പീരീഡ് കഴിഞ്ഞിട്ട് ബയോ ഉപയോഗിക്കുക. ബയോ ഉപയോഗിക്കുക. അതിന് കിറ്റുകൾ കൺസോർഷ്യം വരുന്നുണ്ട്, കിറ്റുകൾ. കുറഞ്ഞ ചെലവിലൊക്കെ കിട്ടുന്ന കൺസോർഷ്യങ്ങളുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്ത് നല്ല സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുക. സമയവും കൃത്യമായിട്ട് പാടില്ല. കമ്പനി പ്രോഡക്റ്റ് തന്നെ ഉപയോഗിക്കല്ലേ. ടോഫ്കോ പോലുള്ള കമ്പനികൾ വളരെ ചീപ്പ് റേറ്റിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതുകൊണ്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാം, ഒഴിച്ചു പോവുകയും ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില ആൾക്കാർക്ക് ഇപ്പം ചൂടടിച്ചിട്ട് ചെടി മറിഞ്ഞു പോയവരുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ കിഴങ്ങ് കാണും. ഈ കിഴങ്ങി നിൽക്കുന്ന ചെടി ഒരിക്കലും മുന്നോട്ട് പോകുമ്പോഴായാലും വളർച്ചയിലായാലും കാലാവസ്ഥ പ്രതിരോധിക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ കിഴങ്ങ് പൊടിയാനായിട്ട് ഡീകമ്പോസറോ അല്ലെ EM സൊല്യൂഷനോ ആ കാര്യങ്ങളൊക്കെ ഇതിനൊപ്പമോ അത് തനിച്ചോ ഈർപ്പം കിട്ടുന്ന സമയമാണ് കാലാവസ്ഥ നല്ലതായിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെ, ഈ ഡീകമ്പോസറൊക്കെ ടോഫ്കോയുടെ ആണല്ലോ. അതെ. അപ്പോൾ അതൊക്കെ കുറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടുന്ന. അതെ. നമ്മൾ റേറ്റ് നോക്കുക, റേറ്റ് നോക്കിയിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇതെല്ലാത്തിൻ്റെയും സമയം നമ്മൾ ജനറലായിട്ട് പറഞ്ഞു പോകുമ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതുകൂടെ പറയാം, മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളോട് പറയാം. അതെ, മറ്റ് കമ്പനികളുടെ ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് നമ്മൾ നല്ല പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക. നല്ല പ്രോഡക്റ്റ് ഉപയോഗിക്കുക. നിങ്ങൾ
നമ്മുടെ ബഡ്ജറ്റ് അവരുടെ ചുറ്റുപാടിനനുസരിച്ച് കുറഞ്ഞ ചിലവിൽ നല്ല പ്രോഡക്റ്റുകൾ ലഭ്യമാണ്. അതങ്ങ് ഉപയോഗിച്ച് പോയാൽ മതി. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് നോക്കണേ. ഇപ്പം ഷെയ്ഡ് ഞാനും പലയിടത്തും ഷെയ്ഡ് അടിക്കാൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥ ഇപ്രാവശ്യം ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അമിതമായിട്ട് ഷെയ്ഡ് ഇറക്കിയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവരുത്. അത് നോക്കി ചെയ്യണം. ഇപ്പം നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നമുക്ക് ഷെയ്ഡ് ക്രമീകരിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇനി ഏകദേശം മഴ കിട്ടുന്ന നമ്മുടെ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഷെയ്ഡ് ക്രമീകരണം ചെയ്താലും കുഴപ്പം വരത്തില്ല. എന്തായാലും അടുത്ത മാസങ്ങളിൽ നമുക്ക് മഴ കിട്ടും. ഇനി ഇല്ലെങ്കിൽ കുറച്ചൊക്കെ മഴ കിട്ടിയോണ്ട് ഈർപ്പമുണ്ട്, ഇല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും നന കൊടുത്ത് നിർത്താൻ പറ്റും, ഈർപ്പം കൊടുത്ത് നിർത്താൻ പറ്റും. അപ്പോൾ സാറേ, നമ്മുടെ ഈ ഒരു മഴക്കാല മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതോടെ കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മഴക്കാല മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി ആദ്യം ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഫംഗൽ അറ്റാക്കുകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു സമയമാണല്ലോ. അപ്പോൾ നമുക്കൊരു മികച്ച അഴുകലുണ്ടാവാതെയും അങ്ങനെ മികച്ച രീതിയിലുള്ള ഫംഗിസൈഡുകൾ, അതുപോലെ ബോഡോ മിശ്രിതമൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ഏറ്റവും മികച്ചതായിട്ടുള്ള സിസ്റ്റമിക്കോ അല്ലെങ്കിൽ കോണ്ടാക്റ്റഡ് ആയിട്ടുള്ള ആ ഫംഗിസൈഡുകളുടെ കോംബോ ഒക്കെ ഒന്ന് പറഞ്ഞുതരാമോ? ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിൽ നമ്മളെല്ലാ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മഴയാകുമ്പോഴത്തേക്കും ഫൈറ്റോത്തോറൽ അറ്റാക്ക് വരുമ്പം നമ്മൾ ബോഡോ മിശ്രിതം ഉപയോഗിക്കുന്നു. ബോഡോ മിശ്രിതം ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ 1:1 എന്നുള്ള റേഷ്യോ അത് ഉപയോഗിക്കുന്നത്. അത് കോപ്പർ സൾഫേറ്റിൻ്റെ കോപ്പറിൻ്റെ കണ്ടൻറ്റ് 24% പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 24% കോപ്പറുകൾ വളരെ കുറവാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് കുമ്മായം അല്ലെ നമ്മൾ കക്ക നീട്ടിയെടുക്കുന്നതിൻ്റെ 1:1, അതായത് 2 കിലോ തുരിശിന് 2 കിലോ കുമ്മായം എന്നുള്ള കണക്ക്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും, 2 കിലോ തുരിശിന് അതിൻ്റെ കോപ്പറിൻ്റെ പെർസെൻറ്റേജ് കുറവായതുകൊണ്ട് അത് ചെക്ക് ചെയ്യുന്നത് നമ്മളറിയാമല്ലോ. ഇരുമ്പ് നമ്മുടെ കത്തി വെച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, മഞ്ഞപ്പൊടി കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കത്തിയുടെ ആവശ്യം ഇപ്പം പലർക്കും കാണുന്നില്ല, മഞ്ഞപ്പൊടിയുടെയാണ്. അപ്പോൾ മഞ്ഞപ്പൊടി കൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കുമ്മായത്തിൻ്റെ അളവ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുമ്മായത്തിൻ്റെ അളവ് പലയിടത്തും, ഞാനിപ്പം ഇപ്പം വർഷങ്ങളായിട്ട് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും കുമ്മായത്തിൻ്റെ അളവ് ഹൈഡ്രേറ്റഡ് ലൈം ആണെങ്കിൽ 800 ഗ്രാം അല്ലെങ്കിൽ 1-1.5 കിലോ ഒക്കെ വേണ്ടി വരുന്നുള്ളൂ കുമ്മായം. അങ്ങനെ ടെസ്റ്റ് ചെയ്യണം. അടുത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COC ചെയ്യാം. COCക്കൊപ്പം ഹെക്സാകോണസോൾ, ടെബുകോണസോൾ പ്ലസ് പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ഇതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളുണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി തീരുമാനിക്കും. അതിന് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ പോവുക. കടയിൽ പല കാര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ വാങ്ങുന്ന ഷോപ്പിൽ അവിടെ പോവുക, അവരോട് ചോദിക്കുക ആ സാധനത്തിൻ്റെ പെർസെൻറ്റേജ്. നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഞാൻ ഈ പറയുന്നത് എല്ലായിടത്തും കിട്ടണമെന്നുമില്ല. ഈ കാര്യങ്ങൾ ചിലപ്പോൾ വ്യത്യാസം വരും. ടെബുകോണസോൾ ആണെങ്കിൽ 25% ഉണ്ട്, 38.9% ഉണ്ട്. ഹെക്സാകോണസോൾ SC ഫോർമുലേഷൻ ഉണ്ട്, CS ഫോർമുലേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം അത് 2%, 5% അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ പോകുമ്പോൾ അവർ പറഞ്ഞു തരും. പറഞ്ഞു തന്നാലും നമ്മളത് ബോധ്യപ്പെട്ട് ചെയ്യുക. പിന്നെ COC ആപ്ലിക്കേഷൻ വരുമ്പം ഇപ്പം നമ്മൾ തുരിശ് അടിച്ചു കഴിഞ്ഞാൽ ബോഡോ മിശ്രിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അഴുകൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ കിട്ടുമെങ്കിൽ പോലും ഫിസേറിയത്തിനൊന്നും കൺട്രോൾ കിട്ടത്തില്ല. അപ്പോൾ ഫിസേറിയത്തിനുള്ള കാര്യങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ചെയ്യുക, ഇതല്ലെങ്കിൽ നമ്മുടെ COC ആപ്ലിക്കേഷനിൽ ഹെക്സാകോണസോൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസേറിയത്തിനോട് നമുക്കൊരു കൺട്രോൾ കിട്ടും. പിന്നെ അതല്ലാത്ത വേറെ ചില ഫംഗലുകളൊക്കെ ഇതിനിടയ്ക്ക് വരാം, അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ചെയ്യുമ്പം തുരിശ് ഉപയോഗിക്കുകയാണെങ്കിൽ തുരിശ് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അനുഭവത്തിലും അഴുകലിനൊക്കെ ആയിട്ട് അഡ്വാൻസ് ആപ്ലിക്കേഷൻ എപ്പോഴും നല്ല തുരിശാണ്. പക്ഷെ അത് നോക്കി ഉപയോഗിക്കണം, കൂട്ട് റെഡി ആവണം. എല്ലാത്തിനും ഓരോരോ പെർസെൻറ്റേജ് ഉണ്ട്. തുരിശ് നല്ല തുരിശ് തന്നെ വാങ്ങാൻ നോക്കുക. പഴയ പേരിൻ്റെ പുറഞ്ഞു പോകാതെ പുതിയ സാധനങ്ങൾ 24% വരുന്ന കോപ്പർ സൾഫേറ്റുകളുണ്ട്, അതും സെലക്ട് ചെയ്യുന്ന നല്ലതായിരിക്കും. ഓക്കെ, ഒരുപാട് നന്ദി സാറേ. അപ്പോൾ സാറ് ഈ പറഞ്ഞ കെമിക്കലുകളൊക്കെ ഈ ഒരു അഴുകൽ രോഗത്തിനും ഫിസേറിയത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്കിത് ഇനി അത് ഇങ്ങനെ ആകാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും പിന്നെയും മുന്നോട്ട് പോകുമ്പം കുറേയേറെ കാര്യങ്ങളുണ്ട്. സമയക്കുറവുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി പോകുന്നത്. ഒഴിവാക്കുന്നതല്ല, വിട്ടുപോകുന്നത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ കുറച്ചൊരു സംശയങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് മറുപടി കൊടുക്കാം. അപ്പം സാറിനെ വിളിച്ചാലും അവൈലബിൾ ആണല്ലോ അല്ലേ? അത് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ സഞ്ചരിക്കുമ്പം ഫോൺ അന്നേരം എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ വിളിക്കുന്നവർക്കെല്ലാം മറുപടി കൊടുക്കാറുണ്ട്. ഓക്കെ, ഒരുപാട് നന്ദി സാറേ. ഓക്കെ, താങ്ക് യു.